ഹായ്, പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി പറയുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സദ്യയിലും മുന്നിൽ നിൽക്കുന്നതാണ് ഇഞ്ചിക്കറി എന്ന് പറയും. ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളെ ഒരു ഇഞ്ചി എടുത്ത് ഇത്തിരി ഒന്ന് നാവിൽ വെക്കും. എന്തിനാണ് നമുക്ക് എല്ലാം ദഹിച്ചു പോകാൻ വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റിയുമാണ്. ആരെന്ത് കറി വേണ്ട പറഞ്ഞാലും ഇത്തിരി ഇഞ്ചിക്കറി ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. ഒരു കല്യാണം കഴിഞ്ഞ വീടായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ വീടായിക്കോട്ടെ, വേറെ എന്ത് പരിപാടി കഴിഞ്ഞോട്ടെ, അവർ കറികൾ ഏതും ചോദിക്കില്ല. എൻ്റെ കാലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയണ. അവർ ചോദിക്കുന്നത് ഒരു ഇഞ്ചിക്കറി, ഇത്തിരി ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ തരുമോ ചോദിക്കും. അവർക്ക് അതാണ് ആഗ്രഹം. മറ്റേ കറികളെല്ലാം കേടുവരുന്നു വേണ്ട. ഈ ഇഞ്ചിക്കറി വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തിനായി എന്ത് ചോറ് കൊണ്ടുപോകുമ്പോഴായിക്കോട്ടെ എന്തിനും ഇത്തിരി ഇഞ്ചിക്കറി ഉണ്ട് വെച്ചാൽ നല്ല കെങ്കേമോ ആയി. അപ്പൊ നമുക്ക് ആ ഇഞ്ചിക്കറിയാണ് ഞാനിന്ന് ഇവിടെ വെക്കാൻ പോണത്. അപ്പൊ ആ ഇഞ്ചിക്കറിക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇഞ്ചിയാണ്. ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വാളം പുളിയാണ്. ഇങ്ങനത്തെ പുളി തന്നെ വേണം, നല്ല കറുപ്പായ ഉള്ള പുളി തന്നെ വേണം. അതാണ് ഇഞ്ചിക്കറിന്റെ ടേസ്റ്റ്. പച്ചമുളക്, വറ്റൽമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഉലുവ പൊടിച്ചത്, കായം, വെല്ലം, പച്ചക്കടലപ്പരിപ്പ്, ഉപ്പ്, ആവശ്യത്തിന് കറുവപ്പല. ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ ഇഞ്ചിക്കറി തയ്യാറാക്കാൻ പോണത്. അപ്പൊ ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് ചുരണ്ടി നൈസ് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്കപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ പൊടിയായി അരിയണം. അപ്പൊ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളയാം. തൊലിയൊക്കെ നല്ലപോലെ എടുത്ത് വൃത്തിയായി കഴുകിയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇനി നമുക്കത് കഴുകാൻ പറ്റില്ല. ഇനി പൊടിയായി നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം. നല്ല പൊടിയായി അരിഞ്ഞാൽ മതി, നല്ല നൈസായിട്ട്. എത്ര നൈസായി പൊടിയാക്കാൻ പറ്റുമോ അത്രയും നൈസായി പൊടിയായി അരിഞ്ഞോളൂ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതാ അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അരിയുകയാണെങ്കിലും കുഴപ്പമില്ല, നല്ല പൊടിയായി നൈസായി ചതച്ചാലും കുഴപ്പമില്ല. പക്ഷെ അരിയണതാണ് ടേസ്റ്റ്. നമുക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യും. പച്ചമുളകും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്യണം, വളരെ നൈസിൽ പൊടിയായി അരിയണം. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഒന്ന് അരിഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിലൊരു 1/4 കിലോ പുളി എടുത്തിട്ടുണ്ട്, നോക്കോളൂ. ഇതേപോലത്തെ പുളിയായിരിക്കണം, നല്ല കറുപ്പായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾക്ക് അടുപ്പ് കത്തിച്ച് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. പക്ഷെ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതേപോലെ പുതിയത് വേണമെന്നൊന്നുമില്ല, പഴയതാണെങ്കിൽ മൺചട്ടിയിൽ വെക്കുന്നതാണ് ഇഞ്ചി പുളിക്ക് ടേസ്റ്റ് കിട്ടുക. അതിനാണ് ഞാൻ മൺചട്ടി വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ പ്രത്യേകം വേണം. വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് നിങ്ങൾക്ക് ഏതിൽ വെച്ചാൽ ചെയ്യാം, പക്ഷെ ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് കടുക് നന്നായി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പച്ചക്കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പച്ചക്കടലപ്പരിപ്പാണ്, അത് നിർബന്ധമാണ്. അങ്ങനെ ഒരു കൈ ഇട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു പച്ചക്കടലപ്പരിപ്പ് ഒന്ന് നോക്കണം, ഒന്നിങ്ങനെ ചുമന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കിക്കഴിഞ്ഞ് ചുമന്നൊന്ന് കഴിഞ്ഞതും പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, മേലേക്ക് പൊട്ടും. പച്ചമുളകിൻ്റെ പച്ച ചുമയൊക്കെ പോയി കഴിഞ്ഞു. നമുക്കിനി വറ്റൽ മുളകൊന്ന് അതിലിട്ട് കൊടുക്കാം. 2ആയി കട്ട് ചെയ്തിട്ട് വേണം ഇടണമെങ്കിൽ. മൺചട്ടി ആയതുകൊണ്ട് കപ്പലമുളക് പെട്ടെന്ന് ഇട്ടാൽ കരിഞ്ഞു പോകും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 2-3 തണ്ട് കറുവപ്പല ഒന്ന് ഊരിയിട്ട് കൊടുക്കാം. എല്ലാതും ഇട്ട് കൊടുത്തതൊക്കെ നല്ല പച്ച മണം എല്ലാതിൻ്റെയും പോയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് ഇഞ്ചി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ. അതുവരയ്ക്ക് നമ്മളത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇത്തിരി നല്ല ഇതാവണം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പുളി ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ല കശക്കി പിഴിഞ്ഞെടുക്കാം. ഇതേപോലെ കട്ടിയായിരിക്കണം എടുക്കുമ്പോൾ, എന്നാലേ ടേസ്റ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടല്ലേ ചണ്ടികളൊക്കെ മാറ്റിക്കഴിഞ്ഞു. നമ്മളങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ ലേശം നൈസ് ചവറുണ്ടാവും. അത്ര നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചണ്ടിയൊന്നുമല്ല, എന്നാലും നല്ലതായിരിക്കും. പൊടിയായിട്ട് ഇത് കണ്ടില്ലേ, ഇതിലിപ്പോൾ നമുക്ക് കൈ വെച്ചതാ. ഇതിലിപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ ഒന്നും കാണാനില്ല, കണ്ടില്ലേ? അപ്പോൾ അത്രയും കിട്ടിയിരിക്കുകയാണ്. നല്ലപോലെ പച്ച മണമൊക്കെ പോയി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഉലുവ പൊടിച്ചതാണ്. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് ഇട്ട് കൊടുക്കണം, നോക്കിക്കോളൂ. കായപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുളി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ കട്ടിയിൽ, ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വെല്ലവും കൂടി ഇട്ട് കൊടുക്കാം. വെല്ലം ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നവർക്കും ഉണ്ട്. പക്ഷേ ഇഞ്ചിക്കറിയിൽ എല്ലാവർക്കും വെല്ലം ഇട്ടാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെല്ലം പൊടിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വെല്ലം. ഞാനിപ്പോൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായി തിളച്ചിട്ട് വെല്ലമൊക്കെ ഒന്ന് അലിഞ്ഞ് അസലായിട്ടൊന്ന് തിളയ്ക്കണം. നല്ലപോലെ തിളയ്ക്കേണ്ട. ഒന്നും കൂടി വറ്റട്ടെ. ഇതാ നോക്കിക്കോളൂ, കണ്ടില്ലേ, ഒന്നും കൂടി വറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളിയൊക്കെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഒന്ന് ഓഫാക്കിയിടാം. കഴിഞ്ഞു. ഈ ഇഞ്ചിപ്പുളി നിങ്ങളെല്ലാവരും ഓണത്തിന് വെച്ച് കഴിച്ച് എനിക്ക് വിവരങ്ങൾ അറിയിക്കണം. എല്ലാവരും ഇതേപോലെ വെക്കണം. നല്ല ടേസ്റ്റി ആയിരിക്കും. എന്താ പറയുക, ഇലൻ്റെ തലയ്ക്കൽ ലാസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ് ആൾ. അപ്പോൾ ഇതേപോലെ ചെയ്യുക എല്ലാവർക്കും. ബൈ.